നമുക്കറിയാം മാലിന്യ സംസ്കരണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തലവേദനയാണ്. ഇതിന് പരിഹാരം ആര് കണ്ടെത്തുമെന്ന് കുറേ നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. മാലിന്യം ഉത്ഭവിക്കുന്ന സ്ഥലത്തുള്ള ആളുകളാണോ ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്, അതല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളാണോ ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്, അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ളതുപോലുള്ള സംവിധാനം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരുന്നില്ല? നിരവധിയായ ചർച്ചകളും ആശങ്കകളും ഈ മേഖലയിൽ നടക്കുന്നു. ഇതിൽ അടിസ്ഥാനപരമായിട്ട് മാലിന്യ സംസ്കരണത്തിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് എവിടെയാണോ മാലിന്യം ഉത്ഭവിക്കുന്നത് ആ മാലിന്യം ഉത്ഭവിക്കുന്ന സ്ഥലത്ത് തന്നെ തരംതിരിക്കുക എന്നുള്ള പ്രാഥമിക കർത്തവ്യം ചെയ്യാത്തിടത്തോളം കാലം ഇതൊരിക്കലും പ്രകൃതിക്കോ മനുഷ്യനോ ദോഷമില്ലാതെ ശാസ്ത്രീയമായി സംസ്കരിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒരു പ്രൈമറി സ്റ്റെപ്പ് നമ്മൾ വയ്ക്കാത്തിടത്തോളം കാലം സംഭവിക്കുന്നത് കൂടിക്കലർന്നിട്ടുള്ള മാലിന്യങ്ങൾ ബാഗുകളിലാക്കി ആര് കളക്ട് ചെയ്ത് കൊണ്ടുപോയാലും ഇത് അവസാനിക്കുന്നത് ലാൻഡ്ഫിൽ സൈറ്റുകളിലോ അതല്ലെങ്കിൽ അശാസ്ത്രീയമായി കൂട്ടിയിട്ട് കത്തിക്കുന്ന രൂപത്തിലോ അതല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുകളിലോ ജലാശയങ്ങളിലോ പാറമടകളിലോ കൊണ്ടുപോയി അനധികൃതമായി തള്ളുന്ന രൂപത്തിലേക്കായിരിക്കും ഇത് സംഭവിക്കുന്നത്. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കണം, നമ്മുടെ നാട് വൃത്തിയുള്ളതായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഒരിടത്തിൽ സംസ്കരിക്കാവുന്ന ജൈവമാലിന്യം ഒരിടത്തിൽ സംസ്കരിക്കുകയും അതല്ലാത്ത അജൈവ മാലിന്യങ്ങളും സാനിറ്ററി മാലിന്യങ്ങളും ശാസ്ത്രീയ സംസ്കരണത്തിന് ലൈസൻസ് ഉള്ള ഗവൺമെന്റ് അംഗീകൃത ഏജൻസികൾക്ക് മാത്രം നൽകുക എന്നുള്ളതാണ് നമ്മൾക്ക് മാലിന്യ സംസ്കരണം ശാസ്ത്രീയമാക്കുന്നതിന് ചെയ്യാൻ സാധിക്കുന്ന ഉത്തരവാദിത്വം. Northam's leading to zero waste.